ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 2-3 ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള റൊട്ടീനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒത്തിരി പേരാണ് കമൻസ് അറിയിച്ചത്. കമൻസ് അറിയിച്ച ഓരോരുത്തരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കമൻറ്റ് ചെയ്യണേ, മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡൻ പരിപാടികളൊക്കെ ചെയ്യണം. നമ്മുടെ ബാൽക്കണിയിലുള്ള ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ, പക്ഷെ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് നിർത്താമെന്ന് കരുതിയേ. അപ്പൊ മൊത്തത്തിലൊരു ക്ലീനിങ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കൺസിസ്റ്റൻസിയെ കുറിച്ചാണല്ലേ പറഞ്ഞത്, അതായത് സ്ഥിരത നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് സംസാരിച്ചത് കേട്ടിട്ട് ഒരുപാട് പേര് നല്ല കമന്റ്സ് ആണ് അറിയിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ. പിന്നെ ഇന്ന് നമുക്ക് മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മാനസികമായ സ്ഥിരത എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻസി എങ്ങനെ കൊണ്ടുവരാമെന്നും കൺസിസ്റ്റൻസിക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷനും ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, എസ്പെഷ്യലി വീട്ടമ്മമാര്. അപ്പൊ നമ്മൾ പലരും പല കാര്യങ്ങളും പലരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് മറ്റുള്ളവർ അതേപടി മനസ്സിലാക്കണമെന്നില്ല. ഇന്നത്തെ ലോകത്ത് നമുക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള നിയന്ത്രണമാണ്. ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വേർഡിലുണ്ട്, നമ്മൾ സ്ഥിരമായി ഒരേ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ ഇരിക്കാനും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും ഒന്നും പറ്റത്തില്ല. ഇപ്പൊ എനിക്കാണെങ്കിലും ഒരുപാട് സമയത്ത് ഞാനും ഡൗൺ ആയി പോകാറുണ്ട്. ലൈഫിൽ ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലായി, എനിക്ക് തന്നെ സ്വയം മനസ്സിലായി, ഇങ്ങനെ അല്ല ജീവിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കരഞ്ഞ് വിളിച്ചല്ല ഇരിക്കേണ്ടത്. നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായപ്പോഴാണ് ഞാൻ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരും. പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് അല്ലേ. പലർക്കും ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റ് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ളവര് എനിക്ക് തോന്നുന്നു മനുഷ്യരായിട്ട് ജനിക്കത്തുമില്ല എന്ന്. പലരും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അല്ലേ. ചിലർ വളരെ കോൺഫിഡൻസോട് കൂടി കൈകാര്യം ചെയ്യും, ചിലർ പെട്ടെന്ന് വിഷമിക്കും. എന്നെയൊക്കെ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് മുന്നേക്ക് ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും, ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് കരയും. അപ്പോൾ എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി, നമ്മൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്നും നമ്മൾ മെന്റലി സ്ട്രോങ് ആയാലേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ എന്നും മനസ്സിലായി. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. ഉറപ്പായിട്ടും എനിക്കിത് ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ ലൈഫിൽ ആരുമില്ലാതെ, അതായത് എല്ലാവരും ചുറ്റും ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കൂ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചോളൂ, നിങ്ങൾ മെന്റലി സ്ട്രോങ് ആകുവാൻ പോവുകയാണ് എന്നുള്ളത്. കാരണം ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ. 2-3 വർഷം മുന്നേ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഇത്രയും ധൈര്യത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ പ്രപഞ്ചം നമുക്കത് കാണിച്ചു തരും. യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗോഡ്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് അവരെ കാണിച്ചു തരും ഒരു ഇൻസിഡന്റിൽ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടവരാണോ എന്നുള്ളത്. എസ്പെഷ്യലി ഒരു വീട്ടമ്മയ്ക്ക് ഇതൊക്കെ പറയുമ്പോൾ കൂടുതൽ കണക്ട് ആവും അല്ലേ. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കുക, അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ മെന്റലി സ്ട്രോങ് ആകാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും നമ്മൾ റിയാക്ട് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കാനും ഒന്നും നമ്മൾ പോകരുത്.
പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നിശബ്ദത പാലിക്കുക, ക്ഷമിക്കുക. നാളെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നാളെ എൻ്റെ ലൈഫ് നന്നാവും അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടും. അതേപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നമുക്ക് പ്രാർത്ഥനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ നടന്നിട്ടുള്ളൊരു സംഭവം നടന്നപ്പോഴത്തേക്കും എനിക്കത് ആരോടും പറയാൻ പറ്റുന്നില്ല. കാരണം ഞാനത് പറഞ്ഞാൽ പോലും ചിലപ്പോൾ എന്നെ മറ്റുള്ളവർ കളിയാക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും. ഈവൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിന് ശക്തി ഞാനായിട്ട് തന്നെ സ്വയം കണ്ടുപിടിച്ചു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മതസ്ഥരോ എന്തോ ആയിക്കോട്ടെ, പ്രാർത്ഥന എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിനോടും മനസാക്ഷിയോടും നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം ഇരുന്ന് പറയുക. ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക. ജേർണൽ റൈറ്റിംഗ് ഒരുപാട് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് അല്ലെങ്കിൽ ഇതുപോലെ പ്രാർത്ഥന, അതൊക്കെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് നോക്കാം. ഇത് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ആണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നേടേണ്ടതെന്നുള്ളൊരു നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടാവുക. പിന്നെ ചെറിയ ചെറിയ ശീലങ്ങളിൽ നമ്മൾ തുടങ്ങുക കേട്ടോ. അതായത് വലിയ മാറ്റങ്ങൾക്ക് പകരം സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ സമയക്രമം പാലിക്കുക. ഓരോ ദിവസവും നിങ്ങൾ പുതിയ കാര്യം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ദിവസവും ആ ഒരു സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉറക്കം, ജോലി, വിശ്രമം ഇവയ്ക്കൊക്കെ നിങ്ങൾ നിശ്ചിത സമയം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വർക്കഹോളിക് ആവണം എന്നല്ല പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ റെസ്റ്റ് ടൈമും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ ചിതറാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഫോണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വീട്ടമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ കണ്ടിട്ട് നമ്മുടെ ലൈഫ് ഒന്നുമല്ല, നമ്മൾ ഒരിടത്തും എത്തിയില്ല, അങ്ങനെയുള്ള ചിന്തകൾ വരും. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാതിരിക്കുക. ഇപ്പം നമ്മളോട് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മളത് കാണണം ഇത് കാണണമെന്ന്. അപ്പം നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മനസ്സിനെ സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷനും യോഗയും ബ്രീതിങ് എക്സസൈസ് പോലുള്ള കാര്യങ്ങളും. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ കുറച്ച് നേരം ചുമ്മാതെ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. കുറച്ച് പക്ഷികളെയും നമ്മുടെ മരങ്ങളെയും പൂക്കളെയും ചെടികളെയൊക്കെ ഒന്ന് കാണുക. അതൊക്കെ തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു കാര്യം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് നേരം ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊന്നും സൗകര്യമില്ല, നമുക്ക് അതിനൊന്നും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിത് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോക്കസ് കൂടും, കോൺസെൻട്രേഷൻ കൂടും, നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം പോകും. അപ്പം അങ്ങനെ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പരാജയങ്ങളെ സ്വാഭാവികമായിട്ട് കാണുക കേട്ടോ. പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ് ഞാൻ തോറ്റുപോയി, ജീവിതത്തിൽ ഞാൻ ഒന്നും ആയില്ല എന്നുള്ളൊരു തോന്നല്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. എന്തിനങ്ങനെ ചിന്തിക്കണം? കാരണം ഇന്നത്തെ പല മഹാന്മാരും പല ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളും ജീവിതത്തിൽ തോൽവിയിലൂടെയാണ് അവർ ജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നാളെ നമുക്കും ജയമുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുക. അഥവാ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് നല്ലൊരു ലെസൺ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അവിടെ കരഞ്ഞു വിളിച്ച് ജീവിതകാലം മുഴുവനും നമ്മൾ അങ്ങനെ ഒരു ട്രോമയിൽ ഇരിക്കുകയല്ല വേണ്ടത്. അതിന് പകരം അതിൽ നിന്നൊരു ലെസൺ പഠിക്കുക. ജീവിതത്തിൽ പിന്നെ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചതെന്നുള്ളത് നമ്മളൊരു പാഠമാക്കി എടുക്കുക. എപ്പോഴും ഒരു മനുഷ്യനെ വിജയിക്കാൻ പറ്റില്ല അല്ലേ. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്ന് തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ പരാജയങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതിനിടയിൽ തന്നെ ഞാനാണെങ്കിൽ ഒരു ഇൻഡസ്
വാലി എന്നുള്ളൊരു ഫ്രൈ പാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് വിട്ടുപോയി. അതിന്റെ പ്രോഡക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. അപ്പൊ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ അതിൽ ഞാനൊന്ന് കുക്ക് ചെയ്ത് നോക്കി. ഒരു ചെറിയൊരു സൈസിലുള്ള ഒരു ഫ്രൈ പാൻ ആണ് കേട്ടോ. നല്ലതാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഓൾറെഡി ഒരു കടായി ഇൻഡസ് വാലിയുടെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, സ്റ്റീൽ കടായി. ഇപ്പൊ അത് ഈ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റീലിലുള്ളൊരു ഫ്രൈ പാൻ മേടിക്കണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അഞ്ചോണ് എനിക്ക് കമന്റ് ഇട്ടിരുന്നത്, നമ്മൾ കൺസിസ്റ്റൻസി നിലനിർത്തി നമ്മൾ ജീവിതത്തിൽ വിജയം നേടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും അതുപോലെ തന്നെ പരാജയങ്ങൾ വരുമ്പോൾ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരു ദുഃഖം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കുന്നവരാണെങ്കിൽ, എപ്പോഴും നമുക്കൊരു സ്ഥായി ഭാവം ഉണ്ടാവണം. നമ്മൾ എല്ലാത്തിനെയും സമചിത്തതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ. ഇമോഷൻസ് നമ്മൾ ഒന്നിലും അഹങ്കരിക്കണ്ട. നമുക്ക് ഒരുപാട് വിജയം ഉണ്ടായെന്ന് വെച്ചിട്ട് അഹങ്കരിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്ന് വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട. എല്ലാത്തിനും നമ്മളൊരു സ്ഥായി ഭാവം കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്വയമായിട്ട് വിലയിരുത്തുക കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ പാളിച്ചകൾ, നമ്മൾ എവിടെയാണ് മിസ്റ്റേക്ക് വെച്ചത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നല്ല ക്വാളിറ്റീസ്, ഇതൊക്കെ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ബെറ്റർ ആണ്. നമുക്കുണ്ടായ മാറ്റങ്ങൾ നമ്മൾ തന്നെ വിലയിരുത്തുക. അതിൽ നല്ല മാറ്റങ്ങളെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. നീ ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ നീ സൂപ്പർ ആണെന്നൊക്കെ പറയുക. സ്വയം നിങ്ങളോട് തന്നെ സംസാരിക്കുക. വല്ലപ്പോഴും ഒക്കെ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലേക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ കേട്ടോ. മറ്റുള്ളവർ പറഞ്ഞു തരണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടേതായ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഞാൻ ഒരുപാട് അങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. മാനസികമായ സമാധാനം ഒരിക്കൽ കിട്ടിയാൽ എപ്പോഴും നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. കാരണം നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു പോകും. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നമ്മൾ അതിനെ ഇനി ആ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് നമുക്ക് പഠിക്കാം അല്ലേ. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരിക്കും അല്ലേ. ഇന്ന് നമുക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായിട്ടൊരു സന്തോഷം ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ എന്ന് എനിക്ക് ദുഃഖമാണ്, അല്ലെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ മാത്രമായിരിക്കുള്ളൂ, എൻ്റെ ലൈഫ് ഒരിക്കലും മാറില്ല എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഞാനൊരു സ്റ്റേജിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴാണോ മാറി ചിന്തിച്ചത്, എൻ്റെ ചിന്തകൾ എപ്പോഴാണോ ഞാൻ മാറ്റി തുടങ്ങിയത്, അന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പോലും അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടാറുണ്ടെന്നും ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നും ഒക്കെ എനിക്ക് കമന്റ്സിലൂടെ കേൾക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വിഷമങ്ങളും കൂടി മറ്റുള്ളവരെ പറഞ്ഞ് ഞാൻ എന്തിനും ബുദ്ധിമുട്ടിക്കണം. എൻ്റെ വിഷമങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പൊ നമ്മൾ മെന്റലി സ്ട്രോങ് ആയിരിക്കുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ അത് അവർക്കൊരു ഇൻസ്പിറേഷനുമാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മളെ കണ്ടാണ് വളരുന്നത് അല്ലേ. അതുപോലെ തന്നെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളും നമ്മളെ അങ്ങനെ ആയിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ട്രോങ് ആയി നടക്കണമെന്നല്ല, നമ്മുടെ മനസ്സിന്റെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കാണാമല്ലേ. അപ്പോൾ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും, നേരം വെളുക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം സൂര്യൻ വിചാരിക്കുകയാണ് ഇന്ന് ഉദിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലോകം തന്നെ ഇരുട്ടിലായി പോവല്ലേ. അപ്പോൾ അവിടെ ഒരു സ്ഥിരത എന്ന് പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുക എന്നുള്ളത് സൂര്യന്റെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പുഴകളും ആറുകളും ഒക്കെ ഇങ്ങനെ ഒഴുകാറുണ്ടല്ലേ. ഒഴുകുന്ന പുഴയിൽ നമ്മൾ മനുഷ്യന്മാര് അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ വന്നിട്ട് എന്തുമാത്രം ചെളിയും അഴുക്കും ഒക്കെ കൊണ്ടുവന്ന് ചേർക്കും എന്ന് കരുതിയിട്ട് പുഴയുടെ ഒഴുക്ക് അവിടെ നിർത്തുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളെ ഇങ്ങനെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പല ശക്തികളും വരും, ദുഷ്ടശക്തികൾ വരും. പക്ഷേ നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. സ്റ്റെബിലിറ്റിയിൽ ഏറ്റവും അധികം നമ്മൾ കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു കർഷകൻ പാടത്ത് വിത്തുകൾ വിതയ്ക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഒരു പ്രതീക്ഷയുള്ളത് ഈ വിത്തുകളെല്ലാം മുളച്ച് നാളെ അത് ഭക്ഷ്യയോഗ്യമായ സസ്യമായിട്ട് മാറും എന്നുള്ളതാണല്ലേ. പക്ഷേ ഇതിനിടയിൽ തന്നെ എന്തെല്ലാം സംഭവങ്ങൾ വരും അല്ലേ. മഴ വരും, കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് കൃഷി നശിച്ചു പോകും. അപ്പൊ കർഷകന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണല്ലേ. അതുപോലെ അതിലൊരു പ്രതീക്ഷ, ഒരു ഹോപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഈ പ്രകൃതിക്ഷോഭങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കർഷകനെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് കർഷകൻ വിത്ത് പാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ
നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷകൾ കൊണ്ടുള്ള കഠിന പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷയോടെ ജീവിക്കണം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സംഭവങ്ങൾ വരും, അത് നമ്മുടെ കയ്യിലല്ലേ, ദൈവത്തിന്റെ കയ്യിലാണ്. ലൈഫിൽ കുറേ അധികം പരീക്ഷണങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള മനഃശക്തി തരണം എന്ന് മാത്രമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അപ്പോൾ മനഃശക്തി നമുക്ക് കൂടുതൽ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ഉദാഹരണങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറേ ആളുകളിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കും. അപ്പോൾ അതേ ഇതിനിടയിൽ തന്നെ കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണികളൊക്കെ കഴുകാനായിട്ട് ഇട്ടേക്കും, പക്ഷേ വൈകുന്നേരം വിരിക്കത്തുള്ളൂ, അത്രയ്ക്കും ചൂടാണ്. അപ്പം ഉച്ച സമയത്ത് ടെറസിൻ്റെ മേലെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആമി സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ ഇടാറില്ല, അങ്ങനെ എന്തായാലും പഴംപൊരിയും ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ ഒരു ഇൻഡസ് വാലിയുടെ പാൻ ഉണ്ടല്ലോ, അതിനകത്താണ് ഞാനിന്ന് ചപ്പാത്തിക്ക് വേണ്ടുന്ന ബ്രൊക്കോളിയൊക്കെ ചെയ്തത്. ഇന്നത്തെ ബ്രൊക്കോളിയുടെ ആ റെസിപ്പി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതിനകത്ത് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഞാനൊന്ന് സോട്ട് ചെയ്ത് ചപ്പാത്തിയിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് മുട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിനിടയിൽ തന്നെ ഞാൻ രാവിലെ കുറച്ച് പേരയില പറിച്ചെടുത്തത് ഹസ്ബൻഡിനെ കൊണ്ട് പറിച്ചെടുപ്പിച്ചത്. അത് നമുക്ക് രാവിലെ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അങ്ങനെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഇപ്പൊ അതാണ് കുടിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗമ്യ സിസ്റ്റർ ആണ് എന്നോട് പറഞ്ഞത് വെയിറ്റ് ലോസിന്റെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്യണേന്ന്. PCODയുടെ ട്രീറ്റ്മെന്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് അത്രേ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന്. അപ്പം എനിക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഇത് അറിയത്തില്ല കേട്ടോ. എനിക്ക് എന്റെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ന്യൂട്രീഷനെ കണ്ടിട്ട് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഫുഡിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങളാണ്. ഇന്ന് വൈകുന്നേരം ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണെങ്കിലും നമുക്ക് ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം അരിമാവിലോട്ട് ഒഴിക്കണം. ഞാൻ എപ്പോഴും ഡബിൾ ഹോഴ്സിൻ്റെ ഇടിയപ്പം പൊടിയാണ് മേടിക്കുന്നത്. എന്നിട്ട് തിളച്ച വെള്ളവും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളത്തിനകത്താണ് ഞാൻ ഉപ്പിടുന്നത്. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ സേവനാഴിയിലോട്ട് ഇട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സേവനാഴിയിൽ നമ്മളെപ്പോഴും കുറച്ച് നെയ്യ് തടവി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. നെയ്യ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ പൊട്ടിപ്പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഇടിയപ്പം വെക്കുന്ന ഒരു സ്റ്റീമർ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഇടിയപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയ പ്ലേറ്റുകളിലാക്കിയിട്ട് ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു കാസറോള് ഞാനത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതേ ഈ മുട്ടക്കറി വെക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇൻഡസ് വാലിയുടേത്. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ് കേട്ടോ. നല്ല പാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ള കാരണം കൊണ്ട് ഞാൻ എന്തായാലും സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് കഴിയും കേട്ടോ. ഒരുപാട് നേരം നമുക്ക് കുക്കിംഗ് ടൈം എടുക്കത്തില്ല. പെട്ടെന്ന് ചൂടാവുന്ന പാത്രങ്ങളാണല്ലോ സ്റ്റീൽ പാത്രങ്ങൾ. പിന്നെ ഇന്ന് ദേ മുട്ടക്കറി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറിയാണ്. ഞാൻ ഇതിന് മുമ്പ് എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റെസിപ്പി എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ല മല്ലിയിലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കി എടുത്തേക്കുന്ന ഒരു മുട്ടക്കറിയാണ്. ഇടിയപ്പവും മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ചൂടുള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നല്ല ചൂടാണെങ്കിലും വിയർത്ത് കുളിച്ചായിരിക്കും കിച്ചണിൽ നിൽക്കുന്നത്. എന്നാലും ചില സമയത്ത് എനിക്കിത് ഇങ്ങനെ ചൂടിൽ നിന്ന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ ഇഷ്ടങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. ചില സമയത്ത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യും. ഓട്സ് ഒക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ കഴിക്കുന്നത്. അപ്പോൾ അതെ
ഈ ഇടിയപ്പം ഞങ്ങൾ ഇത്രയൊന്നും ഒന്ന് കഴിക്കത്തില്ല, ബാലൻസ് ഉള്ളത് എടുത്ത് വെച്ചേക്കും, പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു മുട്ടക്കറി ആയിരുന്നു അത്. അപ്പോൾ അതേ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ടെറസിൻ്റെ മേലേക്കൊന്ന് പോയിരുന്നു. അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല തണുത്ത കാറ്റാണ് ടെറസിൻ്റെ മേലെ ഇരിക്കുമ്പോൾ. കൊതുകിൻ്റെ ചെറിയൊരു ശല്യമുണ്ട്, എന്നാലും കുഴപ്പമില്ല. താഴെ ഇരുന്ന് ഇങ്ങനെ ഉയർത്തിരിക്കുന്നേക്കാളും എന്തായാലും മേലെ പോയി ഇരിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അതേ ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല മേഘം ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റി. പിന്നെ അതേ നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ മെറീന ബീച്ചിൻ്റെ അടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ, എനിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, ഞാനിതുവരെ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, പക്ഷേ എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് തോന്നാറുണ്ട്. നമുക്കിങ്ങനെ ഒരു ഇൻഡ്യൂഷൻ പോലെ വരുമല്ലോ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് ഭയങ്കര ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് ഇവിടെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വരണേ. ചെന്നൈയിൽ മറീന ബീച്ചിൻ്റെ അടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു വൈബുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നരസിംഹ അവതാരത്തിലാണ് ശ്രീകൃഷ്ണനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഇതാണ്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചാണ്, ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റ് 9 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ 10:30 ആയി. നല്ല ട്രാഫിക്കൊക്കെ ആയിരുന്നു, പിന്നെ നല്ല വെയിലും അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നിന്ന് ഒരു 11:30 ശേഷമാണ് ഇറങ്ങിയത്. ഇത്തവണയാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് 1 മണിക്കൂറോളം ഇവിടെ തന്നെ ഇരുന്നത് കേട്ടോ. സാധാരണ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എന്തോ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നി. അങ്ങനെ അത് മാത്രമല്ല, ഇന്ന് യുഗാദി ആയിരുന്നു കേട്ടോ. ചെന്നൈയിൽ ഇന്ന് ലീവ് ആയിരുന്നു കേട്ടോ. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ യുഗാദിയും കൂടെ ആയതുകൊണ്ട് നല്ല വിശേഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലല്ല പോയത്, ഞങ്ങൾ ഒന്ന് സ്കൈ വൺ മാളിലേക്ക് കയറി. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് നല്ല ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു മൊജീറ്റോ ഒക്കെ കുടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും ആമിയും ഒരു ലെമൺ മിന്റ് ജ്യൂസാണ് കുടിച്ചത്. പിന്നെ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആട് 3 ആണ് കണ്ടത് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സിനിമ. അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട് ആ സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് കയറിയായിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. നല്ല നല്ല കളക്ഷൻസ് ആണ്, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഈ കാണുന്നതൊക്കെ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ടോപ്പുകളാണ് കേട്ടോ. ഇത് 400 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെന്നൈയിലെ മറ്റ് കടകളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. അപ്പോൾ ആമിക്ക് ഇവിടെ നിന്ന് ഒരു ജീൻസിന്റെ പാൻറ് എടുത്തിട്ടുണ്ട്, പിന്നെ എനിക്കൊരു ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഒരു ബ്ലൂ കളർ സ്കിൻ ഫിറ്റ്, എൻ്റെ ബ്ലൂ കളർ സ്കിൻ ഫിറ്റിൻ്റെത് ഇല്ലായിരുന്നു കേട്ടോ, ഡാർക്ക് ബ്ലൂ. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. വേറെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് തിരിച്ചു കേട്ടോ, വൈകുന്നേരം ആയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.